The Real FM 103.6. ശ്രദ്ധ. KSRTC ബസ്സുകൾക്കൊപ്പം തന്നെ നമ്മുടെ പൊതുഗതാഗത സംവിധാനത്തിന്റെ നട്ടെല്ലാണ് സ്വകാര്യ ബസ്സുകൾ. ചാർജ് വർധനയുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഇവരുടെ ഭാഗത്തു നിന്നും സാധാരണ ഉയർന്നു കേൾക്കാറുള്ളത്. എന്നാൽ ഈയിടെയായി NH66 പണി നടക്കുന്ന ഇടങ്ങളിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾക്ക് സമയത്തിന് എത്താനാവാതെ ട്രിപ്പുകൾ പലതും ഒഴിവാക്കേണ്ടി വരാറുണ്ട്. സ്കൂൾ തുറന്നതോടെ വിദ്യാർത്ഥികളുടെ കൺസെഷനെക്കുറിച്ചുള്ള പതിവ് ആവലാതികളും ഇവരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നുണ്ട്. ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി K. രാധാകൃഷ്ണൻ. മഴക്കാലം തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ് കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾ. ജൂൺ 2-ാം തീയതി മുതൽ സ്കൂൾ തുറന്നപ്പോൾ മിക്ക റൂട്ടുകളിലും കൃത്യമായിട്ട് ബസ്സുകൾക്ക് ട്രിപ്പുകൾ എടുക്കാൻ സാധിക്കുന്നില്ല. കാരണം സ്വകാര്യ ബസ്സിനെ ആശ്രയിച്ചാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നത്. KSRTC വിദ്യാർത്ഥികളെ കയറ്റുന്നത് വളരെ അപൂർവമാണ്. KSRTCയിൽ വിദ്യാർത്ഥികളുള്ള പാസ് ലഭിക്കണമെങ്കിൽ 2-3 മാസം മുമ്പേ അപേക്ഷിക്കണം. അപേക്ഷിച്ചാൽ മാത്രമേ പാസ് ലഭിക്കുകയുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിന് 13 വർഷമായി അപേക്ഷ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കമ്മീഷനെ നിയോഗിച്ചെങ്കിലും 2 കമ്മീഷൻ വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് 50% വർദ്ധിപ്പിക്കണമെന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും വിദ്യാർത്ഥികളുടെ ബസ് ചാർജ് ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല. ഇതുകൊണ്ട് വലിയ സാമ്പത്തിക നഷ്ടം നേരിട്ടുകൊണ്ടാണ് ഈ വിദ്യാർത്ഥികളെ കയറ്റി ഞങ്ങൾ സർവീസ് നടത്തുന്നത്. ഒരു വിദ്യാർത്ഥിക്ക് 1 രൂപയാണ് ബസ് ടിക്കറ്റ്. 100 വിദ്യാർത്ഥികളെ കയറ്റിയാൽ 1 ലിറ്റർ ഡീസൽ അടിക്കാനുള്ള കാശ് ഞങ്ങൾക്ക് കിട്ടുകയില്ല. മാത്രമല്ല, വിദ്യാർത്ഥികൾ കയറുന്ന സമയത്ത് മറ്റുള്ള യാത്രക്കാർ ആ വിദ്യാർത്ഥികൾ കയറാത്ത ബസ്സിൽ യാത്ര ചെയ്യും. അങ്ങനെ 2 നഷ്ടമാണ് ബസ് സർവീസിനുള്ളത്. കൂടാതെ കേരളത്തിലെ ദേശീയപാതയുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് സർവീസ് റോഡിൽ കൂടെയാണ് സ്വകാര്യ ബസ്സുകൾ ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഈ സർവീസ് റോഡുകളാകട്ടെ ഓരോരോ 5 കിലോമീറ്റർ കൂടുമ്പോൾ പൊട്ടിപ്പൊളിയുകയും അതുപോലെ ഇടിഞ്ഞു പോവുകയും ചെയ്യുന്നത് കൊണ്ട് യാത്രക്കാരെ കയറ്റി ആ റൂട്ടിൽ കൂടെ സഞ്ചരിക്കാൻ ബസ് ഡ്രൈവർമാർ ധൈര്യം കാട്ടുന്നില്ല. കാരണം ഏത് സമയത്താണ് ഇത് പൊളിഞ്ഞു വീഴുക എന്ന ഒരാശങ്കയാണുള്ളത്. അങ്ങനെ കേരളത്തിലെ സ്വകാര്യ ബസ്സുകൾ വലിയ സാമ്പത്തിക നഷ്ടം സഹിച്ചുകൊണ്ട് ഈ വർഷവും വിദ്യാരംഭം മുതൽ സർവീസ് നടത്തുകയാണ്. ഇത് തന്നെയായാലും ഈ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിച്ചിട്ടില്ലെങ്കിലും എല്ലാ വിദ്യാർത്ഥികളെയും കൃത്യസമയത്ത് അവിടെ സ്കൂളിൽ എത്തിക്കാൻ വേണ്ട എല്ലാ സഹായവും ബസ് ഉടമകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് ഞാൻ അവസരത്തിൽ പ്രഖ്യാപിക്കുകയാണ്. സ്വകാര്യ ബസ് ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി ഇറക്കിയ മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ സർക്കുലർ ജീവനക്കാരെ കിട്ടാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കൂരാച്ചുണ്ട്, പേരാമ്പ്ര, വടകര റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസിന്റെ ഉടമ ME ഗംഗാധരൻ. 25 വർഷമായിട്ട് ഞാൻ ബസ് സർവീസ് നടത്തുന്നുണ്ട്. നമ്മളെ കുറിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ഏറ്റവും വലിയ ഗതാഗത കുറിച്ചുള്ള ഒരു സമയമാണ്. കൃത്യ ടൈം പാലിച്ചോടുന്ന വണ്ടികൾക്ക് ആ ഒരു പരിഗണന നമുക്ക് കിട്ടുന്നില്ല. ഒന്ന്, പിന്നെ ഇതൊരു സേവന മേഖലയായിട്ടാണ് ഇപ്പോഴും ഇങ്ങനെ കാണുന്നത്. പക്ഷെ ആ സർവീസ് എന്നുള്ള എനിക്കുള്ള ഒരു സഹായവും നമുക്ക് കിട്ടുന്നില്ല. നമ്മളൊക്കെ ഒറ്റ ബസ്സിലുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനത്തെ ഒരുപാട് ആളുകളെ ജീവിതം വൈകൂട്ടി നിൽക്കുക. ഒരുപാട് ബസ്സുകൾ നിർത്തിവെക്കുന്നുണ്ട്. സർവീസ് നടത്താൻ പറ്റുന്ന നഷ്ടം വന്നിട്ട് എത്രയോ ബസ് ഉടമകൾ ഇപ്പൊ കഷ്ടത്തിലായിരിക്കുക. ഈ വ്യവസായം സംരക്ഷിക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ്. ഈ കണ്ടീഷനിൽ പോയി കഴിഞ്ഞാൽ നാട്ടുമ്പുറത്തേക്ക് പോകാനും ബസ്സുകൾ ഇല്ലാതെ വരും. നന്മന്റെ കരിയാത്തങ്ങൾ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ ഉണ്ട്. അവിടേക്ക് 2 ബസ് നേരത്തെ 2 ബസ് നിന്ന് പോയിപ്പോ. അപ്പൊ അവിടേക്കുള്ള കുട്ടികൾ ഒരു ഓട്ടോറിക്ഷയ്ക്ക് 10 ഉറുപ്പികോന് ഒരു 5-6 കുട്ടികളെ കയറ്റിയിട്ട് വന്നിട്ട് ഓട്ടോറിക്ഷ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണ്. കുട്ടി 10 ഉറുപ്പിക്ക് വരെ 20 ഉറുപ്പിക കൊടുക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ആ ഒരു അവസ്ഥ എല്ലാം ഉൾനാട്ടിലും വരാൻ പോവുക. സ്കൂൾ കളിക്കുന്ന കുട്ടികളെ എത്തിപ്പെടണമെങ്കിൽ 2-3 ബസ് കളിക്കാൻ നാട്ടുമ്പുറത്തുണ്ടാകാം. അപ്പൊ ഇത് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്തായാലും കുട്ടികൾക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. ഏറ്റവും അടിയന്തരമായിട്ട് വിദ്യാർത്ഥികളെ ചാർജിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുനഃപരിശോധന ഉണ്ടാകുക. ഇതാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ ചാർജ് വർദ്ധിപ്പിച്ച് സർവീസ് അത് തകർന്നു പോകും. അത് തകർന്ന സമയത്ത് സാധാരണക്കാരന്റെ യാത്ര ചെയ്യാനുള്ള ഒരു ഉപാധി നിലയ്ക്ക് അതില്ലാതെ വരും. ആ സമയത്ത് അതിന്റെ നഷ്ടം ഉണ്ടാകുക സമൂഹത്തിന് തന്നെയാണ്. ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നുണ്ട്. അത് ഒരു തരത്തിൽ നോക്കിയാലും അത് ശരിയാണ്. ചില ബസ്സിലെ ഡ്രൈവർമാർ ആ രീതിയിൽ പെരുമാറുന്നുണ്ട്. പക്ഷെ സാധാരണ
കുടുംബം പുലർത്തേണ്ട ഒരുപാട് ആൾക്കാർ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് ബസ് ഡ്രൈവർ കണ്ടക്ടർ. കുട്ടികളെയൊക്കെ നോക്കിന്ന് കയറ്റി നോക്കിന്ന് ഇറക്കി ഡ്രൈവറെ ഏറ്റവും കണ്ടക്ടർ കഥ പറഞ്ഞിട്ട് ബസ്സിൽ പോകുന്ന ഒരുപാട് നല്ല ഡ്രൈവർമാരും കണ്ടക്ടർമാരുള്ള ബസ് ഏത്. എന്റെയൊക്കെ ബസ്സിലെ കണ്ടക്ടർ പറഞ്ഞാൽ അത്ര സൗഹൃദമായിട്ടാണ് കുട്ടികളെയൊക്കെ കയറ്റിക്കൊണ്ടു. ആ രീതിയിലുള്ള കണ്ടക്ടർമാരുണ്ട്. പക്ഷേ ചില മേഖലയിലുള്ള ചില കുറച്ച് ആളുകൾ, അതിപ്പോ എല്ലാ മേഖലയിലും ഉണ്ട് ഇത്തരം ആളുകൾ. അതിന് പോലീസ് ക്ലിയറൻസ് എന്ന് പറയുന്നത് അവസാനം ഡ്രൈവർമാരും കണ്ടക്ടർമാരും കിട്ടാത്തൊരവസ്ഥ ഒരു നിർബന്ധമാക്കുന്ന സമയത്ത് ആളുകൾക്ക് അത്ര വലിയ റിസ്ക് എടുത്തിട്ട് ഈ പണിക്ക് വരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. മാത്രമല്ല ഈ ബസ്സിന്റെ ഡ്രൈവർ പണി എന്ന് പറഞ്ഞാൽ വളരെ റിസ്ക് ഉള്ള ഒരു സംഭവമാണ്. 100 കിലോമീറ്റർ ഇത്ര സമയത്തിൽ ഓടിയെത്തണമെന്നുണ്ടാവും. വൈകുന്നേരത്തൊക്കെ ഗതാഗത കുറിപ്പുള്ള സമയത്ത് മുമ്പൊന്നാണ് ഓട്ടത്തിൽ തിരിക്കുക. അപ്പൊ അതിന്റെ ഇടയിൽ കൂടിയാണ് ഈ ബസ് കറക്റ്റ് ടൈമിൽ എത്തിക്കണം. അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് കൂടിയാൽ 5 മിനിറ്റ് ഗ്യാപ്പ്, 4 മിനിറ്റ് ഗ്യാപ്പ്, 2 മിനിറ്റ് ഗ്യാപ്പ് തൊട്ടടുത്ത ബാക്കിൽ വണ്ടി വരാനാവും. അപ്പൊ ആ വണ്ടീന്റെ മുമ്പ് തന്നെ പോയെങ്കിൽ ഈ വണ്ടി അവിടെ എത്തിയാൽ കലക്കനുണ്ടാവും. അപ്പൊ അതുകൊണ്ട് മരണത്തിൽ വേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ അതിൽ എത്രയും റിസ്ക് പണിയെടുക്കുന്ന സമയത്ത് അതിന് പോലീസ് ക്ലിയറൻസ് ഒക്കെ വേണമെന്ന് പറയുന്ന സ്ഥലത്ത് ആ പണി ഒഴിവാക്കിയിട്ട് അവരും പോകും. ഇതൊക്കെ ഈ ബസ് സർവീസിന് പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും. നമ്മുടെ നിരത്തുകളിൽ സ്വകാര്യ വാഹനങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നത് കാരണം സ്വകാര്യ ബസ്സുകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ഡോക്ടർ മുഹമ്മദ് നജീബ്. സ്വകാര്യ ബസ് എന്ന് മാത്രമല്ല എല്ലാ ബസ്സുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വാഹനമാണ് സാധാരണഗതിയിൽ നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള റോഡിൽ ഉപയോഗിക്കുന്നത്. അതേസമയം ഒരുപാട് ചെറിയ വാഹനങ്ങൾ റോഡിൽ ദിവസം വർദ്ധിക്കാറ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു സമയ ക്ലിപ്തതയുള്ള ഒരു വാഹനം എന്നുള്ള നിലക്ക് ബസ്സിനെ സംബന്ധിച്ചിടത്തോളം റോഡിൽ അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് വളരെ കൂടുതലാണ്. യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്ത് ഒരു 50% യാത്രക്കാരെ കൊണ്ടുപോകുന്ന ബസ്സുകൾക്ക് കിട്ടുന്നത് റോഡിൽ ഒരു 5% കുറവുള്ള സ്പേസ് ആണ്. ബാക്കി മുഴുവൻ പ്രൈവറ്റ് വാഹനങ്ങൾ കൈയടക്കി കഴിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സമയക്ലിപ്തതയുള്ള വാഹനം അതിന്റെ ഇടയിലൂടെ പോകാൻ വളരെ റാഷായിട്ടും വളരെ അപകടകരമായിട്ടുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. ഇതിന്റെ ആക്ച്വൽ ഇഷ്യൂ എന്താ വെച്ചാല് നമ്മളുടെ പബ്ലിക് ട്രാൻസ്പോർട്ടുകളുടെ പരാജയം. അത് അവരുടെ അല്ല, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ടൗൺ പ്ലാനിങ്ങിന്റെ ലാൻഡ് യൂസിന്റെ ഒക്കെ തന്നെയും തകരാറുകളുടെ ഭാഗമായിട്ട് ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ബസ്സുകൾക്ക് സ്പേസ് ഇല്ല. അവരെ സംബന്ധിച്ചിടത്തോളം മറ്റ് പ്രൈവറ്റ് വാഹനത്തെ പോലെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. 2-3 പരിഹാരങ്ങൾ ഇതിന് വേണ്ടിയിട്ടുണ്ട്. ഒന്ന്, പ്രൈവറ്റ് വാഹനങ്ങളുടെ എണ്ണം കുറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ നല്ല രീതിയിൽ ജനങ്ങൾക്ക് ആവശ്യമായ സർവീസ് കൃത്യമായി നടത്താനുള്ള ഒരു അവസ്ഥയിലേക്ക് വളരണം. നമ്മളുടെ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനം 10-20 വർഷം മുമ്പ് 30,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നിടത്ത് ഇന്ന് 8,000-ഓളം പ്രൈവറ്റ് ബസ് ഉള്ളൂ. അതിൽ തന്നെ സീറ്റിന്റെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്, ട്രിപ്പുകളുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് യാത്ര ചെയ്യാൻ ആവശ്യമായ ഫെസിലിറ്റി ഒരു 3-1 കുറഞ്ഞു. യാത്രക്കാരുടെ ഡിമാൻഡ് വളരെ കൂടുകയും ചെയ്തു. കുറഞ്ഞ ഫെസിലിറ്റീസ് നിന്ന് തിരിച്ചു പോയത് മുഴുവൻ സ്വകാര്യ വാഹനങ്ങളിലേക്ക്. അതായത് ബസ്സിൽ യാത്ര ചെയ്തിരുന്ന ആൾക്കാരും പുതുതായി വന്ന യാത്രക്കാരും മുഴുവൻ സ്വകാര്യ വാഹനങ്ങളിലേക്ക് തിരിഞ്ഞു. അപ്പൊ സ്വാഭാവികമായിട്ടും പീക്ക് അവറിൽ പ്രൈവറ്റ് വാഹനങ്ങൾ പൂർണ്ണമായും റോഡ് കൈയടക്കിയിരിക്കുന്നതിന്റെ ഇടയിലൂടെ വേണം ഇവർ പോകാൻ. അപ്പൊ ഈ റോഡ് ബ്ലോക്ക് ഒക്കെ തന്നെ അതെ കടന്നു പോകുന്ന ബസ്സുകൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ റോഡ് ബ്ലോക്ക് ഇല്ലാത്ത ചെറിയൊരു ഗ്യാപ്പ് കിട്ടുമ്പോൾ വളരെ അപകടകരമായി കയറി പോകുന്നു. അവർക്ക് നിയമപ്രകാരമുള്ള ട്രിപ്പ് നടത്തണമെങ്കിൽ ആവശ്യമായ ഫെസിലിറ്റീസ് ഇല്ല. ആ ഫെസിലിറ്റീസ് മുഴുവൻ കൈയടക്കിയിരിക്കുന്നത് സ്വകാര്യ വാഹനങ്ങളാണ്. അപ്പോൾ പബ്ലിക് ട്രാൻസ്പോർട്ട് വാഹനങ്ങൾ ധാരാളം വർദ്ധിക്കുകയും സ്വകാര്യ വാഹനങ്ങളെ നിയന്ത്രിക്കുകയും ആവശ്യമായ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല എങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടില്ല. ലോകത്തെല്ലാ രാജ്യങ്ങളും ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ഈ പ്രശ്നം നേരിട്ടാണ്. പക്ഷെ അവരെല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ വളർത്തിയെടുത്ത് അതിനെ പ്രോത്സാഹിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഭയങ്കര ബോധവൽക്കരണം നടത്തി. ഇതിന്റെയൊക്കെ അപകടം എന്താ വെച്ചാൽ സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് കൺജഷൻ മാത്രമല്ല കൂടുന്നത്, പൊല്യൂഷൻ. പിന്നെ ഈ റോഡ് ബ്ലോക്ക് വരുമ്പോൾ ദിവസം 2-3 മണിക്കൂർ റോഡിൽ കിടക്കുകയാണ്. അപ്പൊ എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം റോഡിൽ നഷ്ടപ്പെടുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുന്ന മാൻ ഹവർ എത്രയായിരിക്കും? സ്വകാര്യ വാഹനങ്ങളുടെ പെട്രോൾ യൂസ് അല്ലെങ്കിൽ പൊല്യൂഷന്റെ സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ മൊത്തത്തിൽ ഈ പ്രൈവറ്റ് വാഹനങ്ങളുടെ വർധനവാണ് റോഡിൽ ബസ്സുകൾക്ക് പോകാൻ പറ്റാത്ത വിധത്തിൽ കൺജഷൻ ഉണ്ടാക്കിയത്. എന്നാൽ ബസ്സുകാരാണെങ്കിൽ ഇത്രയും ഡേഞ്ചറസ് ആയിട്ട് പോയിട്ട് ഒരുപാട് ജനങ്ങളെ കൊന്നുകൊണ്ടോ അല്ലെങ്കിൽ മാരകമായ അപകടം ഉണ്ടാക്കിക്കൊണ്ടോ പോകുന്നത് അവർക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള രൂപത്തിൽ വേറൊരു പരിഹാരത്തിന് അവർ ശ്രമിക്കുന്നില്ല. ബസ്സിലെ തൊഴിലാളികൾക്ക് ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ബോധവൽക്കരണവും നടന്നിട്ടില്ല. അതുകൊണ്ട് പ്രൈവറ്റ് ബസ്സിലെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ ബുദ്ധിമുട്ട് തന്നെയാണ്. അത് പോകുന്ന വഴിയിൽ കാൽനട യാത്രക്കാർക്കായാലും മോട്ടോർ സൈക്കിളുകാർക്കായാലും മറ്റു യാത്രക്കാർക്കായാലും റോഡ് സൈഡിൽ താമസിക്കുന്നവർക്ക് പോലും വൻ അപകടമാണ് ഉണ്ടാക്കുന്നത്. ഇതിന് കാരണം അവർ മാത്രമല്ല, ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ഉണ്ട്. പൊതുജനങ്ങളും വിദ്യാർത്ഥികളുമെല്ലാം ദൈനംദിന യാത്രയ്ക്ക് സ്വകാര്യ ബസ് സർവീസുകളെയാണ് കൂടുതലും ആശ്രയിക്കാറ്. ഇത്തരത്തിൽ അടിക്കടി തിരിച്ചടിയുണ്ടാകുമ്പോൾ പൊതുഗതാഗത സംവിധാനങ്ങൾ കാലക്രമേണ നിലച്ചുപോകുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരും. അതില്ലാതിരിക്കണമെങ്കിൽ
ഈ മേഖലയിൽ കാലോചിതമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട്. ശ്രദ്ധ തയ്യാറാക്കി അവതരിപ്പിച്ചത് സി ഉദയചന്ദ്രൻ. ആശയം നിർവഹണം സി കൃഷ്ണകുമാർ. ശ്രദ്ധ.